JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. അസിസ്റ്റന്റ് ടൗൺ പ്ലാനറുടെ പരീക്ഷ വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വിശദമായിട്ടുള്ള സിലബസ്, അതുപോലെ തന്നെ പരീക്ഷാ തീയതി, എത്ര വേക്കൻസീസ് ആണ് ഉള്ളത്, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്, എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്, കൂടാതെ റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സിലബസ് നോക്കാം. സിലബസിനകത്ത് മെക്കാനിക്സ് ഓഫ് സോളിഡ് അതിന് 10 മാർക്കാണുള്ളത്. സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സ് അതിന് 10 മാർക്കാണുള്ളത്. കൺസ്ട്രക്ഷൻ ടെക്നോളജി അതിൽ നിന്ന് 10 മാർക്കാണുള്ളത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അതിൽ നിന്ന് 10 മാർക്കാണുള്ളത്. വാട്ടർ റിസോഴ്സ് ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അതിനകത്ത് 10 മാർക്കാണുള്ളത്. സസ്റ്റൈനബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇൻ ആർക്കിടെക്ചർ അതിനകത്ത് 10 മാർക്കാണുള്ളത്. ക്ലൈമറ്റോളജി ആൻഡ് വെർണാക്കുലർ ആർക്കിടെക്ചർ അതിന് 10 മാർക്കാണുള്ളത്. ആർക്കിടെക്ചറൽ കൺസർവേഷൻ ആൻഡ് അർബൻ ഡിസൈൻ അതിനകത്ത് 10 മാർക്കാണുള്ളത്. ആർക്കിടെക്ചർ അക്വസ്റ്റിക്സ് അതിൻ്റെ അകത്ത് 5 മാർക്കാണുള്ളത്. അർബൻ പ്ലാനിങ് അതിൻ്റെ അകത്ത് 15 മാർക്കാണുള്ളത്. അങ്ങനെ 100 മാർക്കിലാണ് പരീക്ഷ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ ഈ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ കാണിച്ചു തരാം എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. ഇത് ഓരോ ടോപ്പിക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഇതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും തിരിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആവശ്യമുള്ളതിന് എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാട്ടർ റിസോഴ്സസ് ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളാണ്. ആവശ്യമുള്ളതിന് എക്സ്പ്ലനേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ അക്വസ്റ്റിക്സ് അതിന്റെ ആ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ അതിന്റെ ഉത്തരങ്ങൾ, അതുപോലെ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും, അതുപോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങൾ, ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങൾ, എക്സ്പെക്ടഡ് ചോദ്യങ്ങളും ഉത്തരങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാങ്ക് ഫയലിനകത്ത്. അടുത്തതായിട്ട് നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങൾ ഉണ്ടോ. പ്രീവിയസ് ചോദ്യങ്ങൾ 162/2021 പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇങ്ങനെ പ്രീവിയസ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാം തന്നെ റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ എക്സാം ഡേറ്റ് എന്നാണ്. എക്സാം ഡേറ്റ് 11/6/2025 വെനസ്ഡേ ആണ് എക്സാം ഡേറ്റ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 21,080 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200, 1,15,300 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. വേക്കൻസീസ് നിലവിൽ 19 വേക്കൻസീസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത് 50 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. റാങ്ക് ഫയൽ മേടിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി നിങ്ങളുടെ പഠന നിലവാരം എത്ര കണ്ട് ഉയർത്താം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയിലെത്താൻ വേണ്ടി ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. റാങ്ക് ഫയലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം തന്നെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.